ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒന്ന് ഫോറം മോൾ വരെ പോയി കേട്ടോ. ഈവനിങ് ഒരു 7 o'clock ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ എന്തോ ഫംഗ്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ കുറച്ച് നേരമായിട്ട് നോക്കിയൊക്കെ നിന്നു. അത് കഴിഞ്ഞ് പിന്നെ വിശപ്പായപ്പോൾ ഞങ്ങൾ നേരെ സൂപ്പർ മാർക്കറ്റിനകത്തേക്ക് കയറി. അവിടെ നിന്ന് ഫുഡ് എടുത്തിട്ട് മോളിൽ പോയി ഫുഡ് കോർട്ടിൽ പോയി കഴിക്കാമെന്നുള്ള ഒരു പരിപാടിയാണ് കേട്ടോ പ്ലാൻ ചെയ്തത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഷവർമ വാങ്ങിച്ചു, പിന്നെ ചിക്കൻ ന്യൂഡിൽസ് വാങ്ങിച്ചു, ബിരിയാണി മേടിച്ചു, പിന്നെ അപ്പവും ഇടിയപ്പവും എടുത്തു, മീൻകറി വാങ്ങിച്ചു, പിന്നെ നമ്മുടെ ഡ്രീം കേക്ക് എടുത്തു, പിന്നെ കുടിക്കാൻ പെപ്സിയും വെള്ളവും വാങ്ങിച്ചു കേട്ടോ. പിന്നെ പ്ലേറ്റും സ്പൂണും ഒക്കെ വാങ്ങിച്ചു. അതൊക്കെ വാങ്ങിച്ച് നേരെ ഫുഡ് കോർട്ടിലോട്ട് ചെന്നു. അവിടെ ഒരു കോർണറിൽ തന്നെ ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി കേട്ടോ. അങ്ങനെ അവിടെ ഇരുന്ന് ഞങ്ങളത് ഷവർമ കഴിക്കുവാണ്. കുറച്ചുകൂടി മയോണൈസ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയേനെ, പക്ഷേ കുഴപ്പമൊന്നുമില്ല, ഇഷ്ടമായിട്ടോ. അങ്ങനെ ആദ്യമേ ഷവർമ കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇടിയപ്പവും മീൻകറിയും എടുത്തു കേട്ടോ. മീൻകറിയും ഇടിയപ്പവും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷനാണ്, അതുകൊണ്ടാണ് അതെടുത്തത്. പക്ഷേ മീൻകറിക്ക് ഒരു ചെറിയൊരു കയ്പ്പ് പോലെ തോന്നി ഗൈസ്, ഉപ്പ് കുറവുള്ളതുപോലെ എനിക്ക് തോന്നി. ഏട്ടന് പക്ഷേ ഒരു കുഴപ്പമില്ല കേട്ടോ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങളങ്ങനെ ഇടിയപ്പവും മീൻകറിയും അവിടെ ഇരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ചിക്കൻ ന്യൂഡിൽസ് എടുത്തു കേട്ടോ. ന്യൂഡിൽസ് അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞങ്ങൾക്ക് 3 ആൾക്കും ഭയങ്കര ഇഷ്ടമായി കേട്ടോ ന്യൂഡിൽസ്. ചിക്കൻ ന്യൂഡിൽസ് ആയിരുന്നു. പിന്നെ വന്നത് നമ്മുടെ ബിരിയാണിയാണ്. ന്യൂഡിൽസ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാനൊരു പാകമായിരുന്നു. കുറേ പെപ്സിയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കുടിച്ചു. അപ്പോൾ പിന്നെ ബിരിയാണി കഴിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ വാങ്ങിച്ചല്ലേ എന്ന് വിചാരിച്ച് കുറച്ചെടുത്ത് ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കി. എന്നിട്ട് പിന്നെ അവരിരുന്ന് കഴിച്ചു കേട്ടോ. പിന്നെ എൻ്റെ കണ്ണ് മുഴുവനും ആ ഡ്രീം കേക്കിലായിരുന്നു കേട്ടോ. അതെങ്ങനെയെങ്കിലും കഴിക്കണം. അങ്ങനെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം പതുക്കെ ഡ്രീം കേക്ക് എടുത്ത് നുണയാൻ തുടങ്ങി കേട്ടോ. മധുരം നുണഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിർത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവിടെ ഇരുന്ന് ഞാൻ കുറച്ച് അങ്ങോട്ട് കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഒന്ന് റെസ്റ്റ് കൊടുത്തു. പിന്നെ ഞങ്ങൾ 3 പേരും കൂടി ഡ്രീം കേക്കൊക്കെ കഴിച്ച് എല്ലാ ഫുഡും തീർത്തതിന് ശേഷം ഞങ്ങൾ പിന്നെ അടുത്തത് എന്ത് പരിപാടി എന്നിങ്ങനെ പ്ലാൻ ചെയ്തപ്പോഴാണ് കേട്ടോ. എന്നാൽ പിന്നെ ഒരു സിനിമ കണ്ടാലോ എന്ന് വിചാരിച്ചത്. നേരെ മുകളിൽ ചെന്നപ്പോഴേക്കും ഹൃദയപൂർവ്വത്തിനുള്ള ടിക്കറ്റ് 3 ടിക്കറ്റ് ബാലൻസ് ഉണ്ട്. 2 സീറ്റ് ഫ്രണ്ടിലും നേരെ പുറകിലൊരു സീറ്റും. എന്നാൽ പിന്നെ അങ്ങനെയെങ്കിൽ അങ്ങനെയെന്ന് വിചാരിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്തു. 10:20 ആയപ്പോൾ നേരെ തിയേറ്ററിനകത്തോട്ട് കയറി ഞങ്ങളങ്ങനെ സിനിമ കാണാൻ തുടങ്ങുവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. താങ്ക് യു.